വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ നേരിട്ട് പ്രചാരണത്തിനിറങ്ങുമെന്നാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് വന്ന വാർത്ത. ഇപ്പോൾ പുറത്തു വരുന്നതനുസരിച്ചാണെങ്കിൽ പിണറായി വിജയൻ മത്സരിക്കാനില്ല, പക്ഷേ മുന്നിൽ നിന്ന് നയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകുമെന്നുള്ള ചോദ്യത്തിന് ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നിൽ നിർത്തിക്കൊണ്ട് പിണറായി വിജയന്റെ ഒരു നേതൃത്വത്തോടു കൂടിയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM മുന്നോട്ട് പോവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ പിണറായി വിജയന് മത്സരിക്കാതെ മാറി നിൽക്കാൻ സാധിക്കുമോ? ഇത് ചില മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആരോ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് എഴുതി വിട്ടതാകാനേ സാധ്യതയുള്ളൂ. പിണറായി വിജയൻ ഒന്നും അങ്ങനെ മാറി നിൽക്കുന്ന സാഹചര്യം ഒന്നും ഉണ്ടാവില്ല. പിണറായി വിജയൻ കേരളത്തിൽ ധർമ്മടത്ത് തന്നെ മത്സരിക്കും. അക്കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തന്നെയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയിരുന്നുകൊണ്ട് മുന്നണിയെ മുന്നോട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നയിക്കുക തന്നെ ചെയ്യും. ഇനി ജയിച്ച് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരുപക്ഷെ ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം വേണമെങ്കിൽ ഒരു വർഷത്തിന് ശേഷം ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് പകരം യുവാക്കളുടെ കരങ്ങളിലേക്ക് അധികാരം വെച്ചു കൊടുക്കും. അല്ലാതെ പ്രായമായ വനിതാ നേതാവിനെയൊന്നും അതിനുവേണ്ടി പരിഗണിക്കില്ല. അത്ര വലിയ സ്ത്രീ ശാക്തീകരണമൊന്നും നടത്താൻ ഇടതുപക്ഷം തയ്യാറാകില്ല. ചെറുപ്പക്കാരുടെ പ്രതിനിധിയായി, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രതിനിധിയായി സഖാവ് മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിൻ്റെ പരിചയസമ്പന്നതയും അദ്ദേഹത്തിന് പാർട്ടിയോടുള്ള മമതയും കൂറും ഒക്കെ പരിഗണിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത വേണമെങ്കിൽ തള്ളിക്കളയാതിരിക്കാം. പക്ഷേ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് ഞാനൊരു CPM അനുഭാവിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. പിണറായി വിജയൻ അല്ലെങ്കിൽ മറ്റാരും മുഖ്യമന്ത്രി ആകുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ MP രാജേഷിനെ പോലെ, ശിവൻകുട്ടിയെ പോലെ എത്രയോ നേതാക്കന്മാർ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയാകാൻ കാലിബർ ഉള്ളവർ ഇപ്പോൾ CPM-ലുണ്ട് എന്നുള്ളത്. ഈ MP രാജേഷിന്റെയും ശിവൻകുട്ടിയുടെ ഒക്കെ പേര് പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. KN ബാലഗോപാലെന്നോ രാജീവ് എന്നോ ഒക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അവരൊക്കെയാണെന്നേ നേതൃനിരയിൽ പിണറായി കഴിഞ്ഞാൽ വരാനുള്ളത്. MP ഗോവിന്ദൻ മാഷുണ്ട്. മത്സരിക്കുന്നില്ല എന്നാണല്ലോ പറഞ്ഞത്. അല്ല, ഞാൻ പറയുകയാണ്, തലമുതിർന്ന നേതാക്കന്മാർ CPM-ലുണ്ടെന്ന് പറയാം. ജയരാജന്മാരുണ്ട്. അവരെയൊക്കെ വെട്ടി ഒതുക്കി മൂലക്കിരുത്തി കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ വെട്ടി ഒതുക്കാതെ കൂടെ നിൽക്കുന്ന നിയമസഭയിൽ രണ്ടാമനുണ്ടല്ലോ, നമ്മുടെ KN ബാലഗോപാലുണ്ട്, അതുപോലെ P രാജീവുണ്ട്, MP രാജേഷ്, അതിനുശേഷമൊക്കെ വരുന്ന നേതാക്കന്മാരുണ്ട്. അപ്പം ഹർഷ ചോദിച്ച ആ CPM-കാരുടെ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ശിവൻകുട്ടിയൊക്കെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്. അദ്ദേഹമാണ് മുഖ്യമന്ത്രി അല്ല, അദ്ദേഹത്തെ സ്പീക്കറാക്കണം എന്നാണ് എൻ്റെ ഏറ്റവും എളിയ അഭിപ്രായം. സ്പീക്കറാക്കണം. അപ്പം അങ്ങനെയല്ല, ഒരു നവോത്ഥാനം ഉണ്ടാകണമെങ്കിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയേക്കാൾ നല്ലത് രാഷ്ട്രപതിയൊക്കെ വനിതയായിരിക്കുന്നത് കൊണ്ട് കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രിയുടെ ആവശ്യം ഇല്ല. നല്ല ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാകണം. അവിടെയാണ് ഈ കോൺഗ്രസും കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ഘടകങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നാണ്. പക്ഷെ അതിനെ വെല്ലാൻ വേണ്ടി ഈ സവർണ മേധാവിത്വത്തൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ന്യൂനപക്ഷ മുഖ്യമന്ത്രി അങ്ങനെ വരികയാണെങ്കിൽ അത് മുഹമ്മദ് റിയാസാണ്. കാരണം ഇത്തവണ അദ്ദേഹം മന്ത്രിയാണ്. സ്വാഭാവികമായും DYFയുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ അങ്ങോട്ടൊക്കെ ആയിരുന്നു. പുള്ളി ഡൽഹിയിൽ ഒറ്റയ്ക്കൊക്കെ പോയിട്ട് 100 പേരുടെ പ്രകടനം ഒറ്റയ്ക്ക് നടത്തിയ ആളാണ്. പുള്ളി തന്നെ മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത്, പുള്ളി തന്നെ ഏറ്റുപറഞ്ഞ്, പുള്ളി തന്നെ കൊടി പിടിച്ച് പ്രകടനമൊക്കെ നടത്തിയിട്ടുള്ള മനുഷ്യനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറിയും എടുത്താൽ വളരെ മനോഹരമായ ലൈഫ് സ്റ്റോറിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടി ഈ പ്രചരണം നടത്തിയാൽ 140-ൽ ഒരു 139 സീറ്റും UDF-ന് നേടാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സത്യസന്ധമായ കാര്യം. ഒരു കാരണവശാലും നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ ശൈലജ ടീച്ചറൊന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകില്ല, മുഖ്യമന്ത്രിയും ആകില്ല. ഈ ഒരു ശക്തമായ നേതൃത്വം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷത്ത് ഉള്ളിടത്തോളം കാലം അതിനുള്ള സാധ്യതകൾ തുലോം തുച്ഛമാണ്. പിന്നെ അതിൻ്റെ ലക്ഷ്യമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ജനപ്രീതി ഇല്ലാത്ത നേതാവാണ് ശൈലജ ടീച്ചർ എന്ന തരത്തിലേക്ക് വരുത്തി തീർത്തു. പിന്നെ ഇടത് സൈബറിടങ്ങൾ ഇപ്പോൾ എന്താണ്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെ ശൈലജ ടീച്ചറെ മത്സരിപ്പിക്കും എന്ന തരത്തിൽ വലിയ പ്രചരണം അഴിച്ചുവിട്ടു. അതും അവരെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് സണ്ണി ജോസഫ് ഈ ശൈലജ ടീച്ചറെ തോപ്പിച്ചിട്ടുണ്ട്. അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ശൈലജ ടീച്ചർ പരാജയപ്പെട്ടിട്ടുണ്ട് സണ്ണി ജോസഫിനോടൊപ്പം. 1 ലക്ഷത്തിന് തോക്കുന്നതിനൊക്കെ ഒരു മാന്യത വേണ്ടേ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് അതിൻ്റെ കാര്യമുണ്ട്. തോക്കുന്നതിനൊരു മാന്യത വേണ്ടേ? 1 ലക്ഷത്തിൽ പല വോട്ടുകൾക്കാണ് ശൈലജ ടീച്ചർ പരാജയപ്പെട്ടത്. പിന്നീട് അവർ നടത്തിയ പ്രസ്താവനകളെല്ലാം തന്നെ വളരെ വളരെ മോശം പരാമർശങ്ങൾ പലയിടങ്ങളിലും ശൈലജ ടീച്ചർ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ശൈലജ ടീച്ചറുടെ ജനപ്രീതി നശിച്ചിരിക്കുന്നു. ഇടതുപക്ഷത്ത് ജനപ്രീതിയുള്ള വിശ്വസിക്കാൻ കൊള്ളാവുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തി കാട്ടാൻ പറ്റുന്ന രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. രാധാകൃഷ്ണൻ ഡൽഹിയിലേക്ക് പോയിരിക്കുന്നു. പിന്നീട് അത്തരത്തിൽ ക്വാളിറ്റിയുള്ള ഒരേ ഒരു നേതാവിൻ്റെ പേര് പിണറായി വിജയൻ എന്നാണ്. പിണറായി വിജയൻ MLA ധർമ്മടം, അദ്ദേഹമായിരിക്കും അടുത്ത തവണയും ധർമ്മടത്ത് മത്സരിക്കുക. ജയിച്ചു വന്നാൽ ഒരു
ഇവർ പറയുന്ന 100+ സീറ്റുകൾ ഇടതുപക്ഷത്തിന് ലഭിച്ചാൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകും. അതല്ല വി.ഡി. സതീശൻ പറയുന്നത് പോലെ 100+ സീറ്റുകൾ UDF-നാണെങ്കിൽ പ്രതിപക്ഷ നേതാവാകാൻ ഈ പറഞ്ഞ പോലെ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്ന് വീണ്ടും മുഹമ്മദ് റിയാസ് കടന്നു വരും. ഇത് തന്നെയാണ് ആ പാർട്ടിക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്നത്. അല്ല, ഇപ്പോൾ ബേപ്പൂരിൽ ഇത്തരത്തിൽ മരുമൂനിസം അവസാനിപ്പിക്കാൻ PV അൻവർ ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ അൻവറിസം അവസാനിപ്പിക്കാൻ മരുമൂനിസത്തെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പിണറായി വിജയൻ തന്നെ മുമ്പിൽ നിൽക്കുമെന്നുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബേപ്പൂർ ഒരു ഇടതുപക്ഷ മണ്ണാണ്. ഇടതുപക്ഷത്തിന് ആഴത്തിൽ വേരോട്ടമുള്ള മണ്ണാണ്. അതുകൊണ്ടാണ് പ്രിയങ്കരനായ മുഹമ്മദ് റിയാസിനെ, ആർക്ക് പ്രിയങ്കരനായ പിണറായി വിജയനും കുടുംബത്തിനും പ്രിയങ്കരനായ മുഹമ്മദ് റിയാസിനെ തന്നെ അവിടെ മത്സരിപ്പിച്ചത്. എത്രയോ തവണ എനിക്ക് തോന്നുന്നത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പോലും തോറ്റുപോയ ഒരാളാണ് മുഹമ്മദ് റിയാസ്. ബേപ്പൂർ എന്ന് പറയുന്ന ഒരു ഇടത് മണ്ണിൽ കൊണ്ടുപോയി നിർത്തി അദ്ദേഹത്തെ ജയിപ്പിച്ചെടുത്തതും പിന്നീട് MLA ആക്കിയതും മന്ത്രിയാക്കിയതും അതിനു മുമ്പ് വരുമാനാക്കിയതുമൊക്കെ അതിൻ്റെ ഒരു പ്രീതിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര മാതൃകയാണെന്നേ പിണറായി വിജയൻ. നല്ല അച്ഛനാണ്, നല്ല കുടുംബസ്ഥനാണ്, മകളെയും മരുമകനെയും അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ആളാണ്, മതസൗഹാർദ്ദത്തിൻ്റെ വലിയ പ്രതീകമാണ്. അപ്പം സ്വാഭാവികമായിട്ടും താൻ നന്നായാൽ കുടുംബം നന്നാവും, കുടുംബം നന്നായാൽ സമൂഹം നന്നാവും എന്നാണല്ലോ, സമൂഹം നന്നായാൽ നാട് നന്നാവും എന്നാണല്ലോ. അപ്പോൾ അതിലൂടെ ആ തത്വങ്ങളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇത്ര മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മുഖ്യമന്ത്രി മലയാളിക്കുണ്ട് എന്ന കാര്യത്തിൽ മലയാളിക്ക് അഭിമാനിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അമേരിക്കയിൽ പോകുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ചിന്താശേഷിയോടെ നല്ല രീതിയിൽ അദ്ദേഹം തന്നെ മുന്നിൽ നിൽക്കണം, അദ്ദേഹം തന്നെ മുന്നിൽ നിന്ന് ഇലക്ഷൻ നേരിടണം എന്ന് തന്നെയാണ് ഇവിടുത്തെ കോൺഗ്രസും UDF-ഉം ആഗ്രഹിക്കുന്നത്. അല്ല, ഇപ്പോൾ പിണറായി വിജയൻ മത്സരിക്കുന്നില്ല എന്നുള്ള വാർത്തകൾ വന്നപ്പോൾ അതോടൊപ്പം തന്നെ കേട്ടൊരു വാർത്തയാണ് ഷാഫി പറമ്പിൽ വരുമെന്നുള്ള ഭയം കൊണ്ടാണ് പിണറായി വിജയൻ മത്സരിക്കാതെ ധർമ്മടത്ത് മാറി നിൽക്കുന്നത് എന്ന്. എനിക്ക് തോന്നുന്നു ഷാഫി പറമ്പിൽ എന്നുള്ളൊരു പേര് ധർമ്മടത്ത് ചാർത്തി കൊടുത്തത് നമ്മൾ പോലും ഒരു സർക്കാസ്റ്റിക് ആയിട്ട് നേഷൻ ഫസ്റ്റ് എടുത്ത ഒരു ചർച്ചയിലൂടെയായിരുന്നു വലിയ രീതിയിൽ സജീവമായി അത് ആ ഒരു ചർച്ചാ വിഷയമുണ്ടായത്. ഇപ്പോൾ ആ ഒരു കാരണം കൊണ്ട് പിണറായി വിജയൻ മത്സരിക്കുന്നില്ല എന്നാണ് വാർത്തകൾ വരുന്നത്. അങ്ങനെ ഒരു ഷാഫി പേടി പിണറായിക്ക് ഉണ്ടാവും. രാഷ്ട്രീയ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗം ഉണ്ടാക്കാൻ, അതും പിണറായി വിജയനെ വിറപ്പിക്കുന്ന തരംഗം ഉണ്ടാക്കാൻ നേഷൻ ഫസ്റ്റിനും ഹർഷയ്ക്കും സാധിച്ചു എന്നതിൽ സന്തോഷമുണ്ട്. അഭിമാന മുഹൂർത്തമാകാം. അതിൻ്റെ പേരിൽ പിണറായി വിജയൻ പേടിച്ചു എന്നൊക്കെ ഹർഷ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഹർഷയുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. പിണറായി വിജയൻ അങ്ങനെ പേടിക്കുന്ന ആളൊന്നുമല്ല. ഉയർത്തിപ്പിടിച്ച ഊരിപ്പിടിച്ച വടിവാളുകൾക്ക് നടുവിലൂടെ ഭയമില്ലാതെ നടന്നുപോയ മനുഷ്യൻ്റെ ഇരട്ടച്ചങ്കണ്ടെന്ന് വെച്ചാൽ അംഗവൈകല്യമാണത്. അതുകൊണ്ട് ഒരു ചങ്കേ ഉള്ളൂ, എല്ലാവർക്കും 2 ചങ്കണ്ടെന്ന് വെച്ചാൽ പുള്ളി അംഗവൈകല്യമുള്ള ആളാണെന്നാണ്. അങ്ങനെയാണോ സഹാക്കന്മാർ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. മറ്റേ എന്താണ്, തീയെ പോലും പേടിക്കാത്ത കറുത്ത കുതിര ഇത് പാഞ്ഞു വരും ചെങ്കൊടിയേന്തി സഖാവ്, പ്രിയ സഖാവ്, പിണറായി സഖാവ് എന്നൊക്കെ വേണമെങ്കിൽ ആവേശത്തോടെ ആർത്ത് വിളിക്കാം. ഷാഫി പറമ്പിലൊന്നും ഒരു കാരണവശാലും ഈ പറയപ്പെടുന്ന തരത്തിൽ ധർമ്മടത്തൊന്നും മത്സരിക്കാൻ പോവില്ല. കാരണം ധർമ്മടത്തിൽ കൊള്ളാവുന്ന സ്ഥാനാർത്ഥിയെ കൊണ്ട് ഇടാതിരിക്കുകയൊന്നുമില്ല. സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 100+ സീറ്റുകൾ നേടിച്ച് അധികാരത്തിലെത്താൻ സാധിക്കും UDF-ന് എന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയമില്ല. വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയോ കെ.സി. വേണുഗോപാലോ ആരും മുഖ്യമന്ത്രിയാകും എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇടതുപക്ഷം പ്രതിപക്ഷ നിരയിലെത്തിയാൽ ഒരുപക്ഷെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകില്ല. അദ്ദേഹം ഒരു സാധാരണ MLA ആയി നിയമസഭയിൽ തുടരും. ആരോഗ്യ കാരണങ്ങളാൽ ചിലപ്പോൾ നിയമസഭയിലേക്കൊന്നും എത്തിയെന്ന് വരില്ല. അങ്ങനെയെങ്കിൽ ആര് പ്രതിപക്ഷ നേതാവ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരവുണ്ടാവും. ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്ത് നിർത്തണം. കാരണം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സഹായം കൊണ്ടാണ് UDF-ന് ഇത്ര വലിയ നേട്ടം കൊയ്യാൻ സാധിച്ചത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രതിനിധിയായിട്ടൊരാൾ നേതൃത്വത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരാൾ പ്രതിപക്ഷ നേതാവാകാം എന്ന തീരുമാനം ആ അവലോകന കമ്മിറ്റിയിൽ എടുക്കുകയും ആ അവലോകന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഷംസീറും മുഹമ്മദ് റിയാസും ആരെ പരിഗണിക്കണമെന്ന് ആലോചിക്കും. അവസാനം അതിൻ്റെ അറ്റ് എൻഡ് ഓഫ് ദ ഡേ റിയാസാണ്. കാരണം മുൻ മന്ത്രിയായിരുന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉള്ള മികവും പരിഗണിച്ചുകൊണ്ട് ഈ പറയപ്പെടുന്ന മുഹമ്മദ് റിയാസിനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തും. ഷംസീറിന് ഒരു പക്ഷേ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പാർട്ടി സീറ്റ് കൊടുക്കില്ല. തലശ്ശേരിയിൽ P. ശശി മത്സരിക്കുമെന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. P. ശശി അതിനുവേണ്ടി സഖാവ് P. ശശി അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞു. ഒരുപക്ഷെ ഷംസീറിന് ഇത്തവണ സീറ്റ് ഉണ്ടാകാനുള്ള സാധ്യത തുലാന്തുച്ഛമാണ്.